രവി തേജയുടെ പുതിയ തെലുങ്ക് ചിത്രമായ ഇരുമുടിയിലെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടുനോക്കാൻ പാ. പ്രിയ ഭവാനി ശങ്കറാണ് നായിക. മുല്ലപ്പെരിയാറാ മകൾ ക്യാരക്ടർ. മൈത്രി മൂവിലേക്ക് രവി తేజ గుడిగారినాను ప్రతి 7-41 రోజులు ఎలా ఆపుకుంటారో బాబా. నా మనమ్మ కోసం రా. గురుస్వామి, ఈ రోజు మా పెళ్లి రోజు. దేవి ప్రకాశ్ అన్నట్టు మ్యూజిక్ తాకుండా తిన్నగా ఇంటికొచ్చాయి. అలాగే భోజనాలు బ్రహ్మాండంగా ఉన్నాయి. ఏంటి విశేషం? నా కూతురు స్టడీస్ పూర్తి అయిపోయినాయి. ఇంజనీరా డాక్టరా? 5వ క్లాసు. స్టడీస్ పూర్తి. నా కూతుర్ని చీలేరు హై స్కూల్ పంపాలంటే మన ఊరికి బస్ అయినా రావాలి, ఇక్కడికి హై స్కూల్ అయినా రావాలి. మనమ్మ ഇതിലിപ്പോ പറയുന്നതനുസരിച്ച് നോക്കുവാണെങ്കിൽ സ്നേഹനിധിയായ മകളുള്ള ഒരച്ഛൻ, പിന്നെ ഒരു ഭാര്യ, കുടികാരനായ ഭർത്താവ്, അതാണ് രവി തേജ. രവി തേജ ഇങ്ങനെ കുടിച്ച് ഒളിച്ചൊക്കെ കുടിക്കും ഭാര്യയെ കാണാതെ. പക്ഷെ മകളിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ഛനും കൂടെയാണ്. മകൾക്ക് ആക്സിഡന്റ് ആകും. മകളുമായിട്ട് ബേസ് ചെയ്ത് പോണ പടം തന്നെ ആയിരിക്കും, ഫാമിലി ഡ്രാമ തന്നെ ആയിരിക്കും ഇതുവരെ കണ്ടതിൽ. പിന്നെ ഇടയ്ക്ക് ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രവി തേജ ഈ പടത്തിലെ ആ ഒരു ആക്ടിങ്ങിൽ കാണാനും കൊള്ളാം, നോക്കാം. ജി വി പ്രകാശ് മ്യൂസിക് ഇട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 3 പടമുണ്ട് ഈ മാസം. స్కూల్ లోపల గానీ ఊరి యువతలు గానీ చూసింది చూసినట్టుగా మగలు చావు మస్ట్. చదవకపోతే చంపేస్తారా? సోసిగా మీలాంటి టీచర్స్ వెరీ డేంజరస్. సోసిగా విన్నపియా ఈసారి ఉద్దొచ్చిందో తీసుకోక. ఆడపిల్ల భవిష్యత్తుకి భయమే శ్రీరామ రక్ష. వద్దు త్రినాథు, నా మాట విను. പടം മാറുന്നുണ്ട്. പടച്ചെന്നെയാ ఈ ఊళ్ళో ఆడపిల్లలందరినీ దత్త తీసుకున్నట్టు ఏంట్రా ఇది? వెనకాల ఒకడు ఉన్నాడు, చేయేస్తే పేగులు ఇట్టుండే అట. తీసేస్తాడు అని భయం లేకపోతే మన కూతుళ్ళని మనం కాపాడుకోలేం గురుస్వామి. మన ఊళ్ళో ఏదో జరుగుతుంది స్వామి. ప్రతిసారి మాలేసే ముందు ఏంటి నాకే నరకం? మనమ్మా నిన్ను చూస్తే నాకు భయం వేస్తుంది నాన్న. എനിക്ക് തോന്നുന്ന ഇത് ഈ പടത്തില് എന്തോ കാണും. രവി തേജ എന്തോ കാണുന്നുണ്ട്. ബട്ട് ആരും വിശ്വസിക്കുന്നില്ല. ചിലപ്പോ കുടികാരനായോണ്ട് ആരും വിശ്വസിക്കുന്നില്ല. ഇതുമായിട്ട് ബേസ് ചെയ്ത് രവി തേജ എനിക്കൊരു സ്വാസിക വില്ലത്തിയായിരിക്കും, ലെസ്ബിയൻ അതുപോലത്തെ എന്തെങ്കിലും ക്യാരക്ടറും അല്ലെങ്കിൽ ഇല്ല, ചിലപ്പോ സൈക്കോ അല്ലായിരിക്കും. ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നി. അങ്ങനെ ഇനി അങ്ങനത്തെ വല്ല ക്യാരക്ടർ ആയിരിക്കുമൊന്നുമല്ല. ചിലപ്പം സൈക്കോ വില്ലത്തി ഈ ടീച്ചറാണെന്ന് തോന്നുന്നു. സ്കൂളിൽ വെച്ച് പിള്ളേരെ എന്താ പറയുക, സൈക്കോ ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുക, അങ്ങനത്തെ വല്ല ഇതായിരിക്കും. ശാസ്ത്രീയ കണ്ടിട്ട് അങ്ങനെ ആ ഒരു ക്യാരക്ടർ എലമെന്റ് അങ്ങനെയാണ് തോന്നുന്നത്. നോക്കാം പാ. കുടി നിർത്താൻ വേണ്ടി ശബരിമലയിൽ പറഞ്ഞു വിടുന്നുണ്ട് അച്ഛൻ. അതാണ് ശബരിമലയിലെ ഫസ്റ്റ് പാട്ട് കേട്ടാ. రేపు నీ ఒంటి మీద నల్లబట్ట పడగానే పాముల్లా పడగ విప్పి పగ తెచ్చుకోవడానికి వస్తారు. మాస్ మహారాజా రవి తేజ. నాకు బలహీనత ఉంది. ఏ ఆడ కూతుర్లోనైనా నా కూతుర్ని చూసుకునే అరుదైన బలహీనత. శివ నిర్వాణ ఫిలిం. സ്വാമി ശരണം. ഇരുമുടി. സത്യത്തില് ട്രെയിലർ കുഴപ്പമില്ലെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. വലിയ ഒരിതൊന്നും തോന്നുന്നില്ല. പിന്നെ പടത്തില് ഫാമിലി, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇത് വെറും ഫാമിലി പടം ആയിരിക്കില്ല. ഇടയിൽ ഈ മിസ്റ്റീരിയസ് ഹൊറർ എലമെന്റ്സ് എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ആസ് എക്സ്പെക്റ്റഡ് പടത്തിൽ ആ ഒരു ഹൊറർ എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നുന്ന ആ ഒരു സീനൊക്കെ പടത്തിൽ വരുന്നുണ്ട്.
പിന്നെ കുടികാരനാണ്. കുടി മാറ്റാൻ വേണ്ടിയിട്ട് മക്കളുടെയും മോളുടെയും ഭാര്യയുടെയും ആ ഒരു ആവശ്യപ്രകാരം ശബരിമലയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് സ്റ്റെൻഡ് വില്ലന്മാര് വരുന്നുണ്ട്. ആസ് യൂഷ്വൽ ടിപ്പിക്കൽ സ്റ്റോറി തന്നെ ആയിരിക്കും മിക്കവാറും പടത്തിൽ വരുന്നത്. പ്രത്യേകിച്ചുള്ളതൊന്നും തോന്നുന്നില്ല. സ്വാസിക അതിലൊരു വില്ലത്തി ക്യാരക്ടർ ആയിരിക്കും. ട്രെയിലർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ മ്യൂസിക് അങ്ങനെ എടുത്തു പറയേണ്ട മ്യൂസിക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. പടത്തിലും വലിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവോ ഇല്ലോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. യൂഷ്വൽ ടിപ്പിക്കൽ ഫാമിലി ആക്ഷൻ ഡ്രാമ ആയിരിക്കും എൻ്റെ ഒരു ഇതിൽ ഇരുമുടി വരാൻ പോകുന്നത്. പിന്നെ അതിൽ ശബരിമലയിലെ കുറച്ച് കാര്യങ്ങളും ആ സീൻസുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡിവൈൻ കാര്യങ്ങളൊക്കെ കാണിക്കുമായിരിക്കും. ട്രെയിലർ കുഴപ്പമില്ല. പടം പട്ട് എങ്ങനെ വരുമെന്ന് ഓഗസ്റ്റ് 21 തന്നെ അറിയാം. ആൻഡ് ജി വി പ്രകാശാണ് മ്യൂസിക്, ശിവ നിർവാണയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, രവി തേജ, പ്രിയ ഭവാനി ശങ്കർ. പക്ഷെ എന്നാൽ ആ ടൈറ്റിൽ നോക്കണം, മാസ് മഹാരാജ രവി തേജ. മഹാരാജ രവി തേജ, മാസ് രവി, മാസ് രവി മഹാരാജ തേജ, മാസ് മഹാരാജ രവി തേജ. അപ്പൊ ഓഗസ്റ്റ് 21 സിനിമ റിലീസ് ചെയ്യുന്നത്. തെലുങ്ക് ചിത്രമാണ്. കണ്ടിട്ട് എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നുന്നില്ല ട്രെയിലർ കണ്ടിട്ട് സത്യം പറഞ്ഞാല്. ബട്ട് എന്നാലും കുഴപ്പമില്ല. സിനിമ കണ്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. യൂഷ്വൽ പടം തന്നെ ആയിരിക്കും. മോളന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് കള്ളോടിക്കുന്ന അച്ഛൻ അവസാനം ഇത് നന്നാവാൻ വേണ്ടി ശബരിമലയിലേക്ക് പോകുന്നു. മോളെ ശല്യപ്പെടുത്തുന്ന വില്ലന്മാരെ തകൃതിയാക്കാൻ നടക്കുന്ന അച്ഛൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റെൻഡും കാര്യങ്ങളും. അവസാനം ഒരു സന്തുഷ്ട കുടുംബമായിട്ട് തീരുന്നു ഗൈസ്.